പ്രിയം നിറഞ്ഞവരെ, ഒരു വീഡിയോ നമുക്ക് കേൾക്കാം. ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത്. ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല, ഒരു മക്ബറയിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല. പാടിയിട്ടുണ്ട്, അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാം, പിന്നെ അതൊന്ന് രണ്ടു വരി പഠിച്ചു പാടിയതാ. ഒരു മൗലൂദിന്റെ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല, ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല, ഒരു കത്തപര കെട്ട ഞാൻ പോയിട്ടില്ല, മരിച്ചൊരാളുടെ തലക്കും ഭാഗത്ത് നിന്ന് ഒരു യാസീൻ പോട്ടെ ഒരാഴത്ത് ഞാൻ ഓതിയിട്ടില്ല. ഏതെങ്കിലും അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇദ്ദേഹം ഒരു സാധുവായത് കൊണ്ടാണ്, കൃത്യമായി വിഷയത്തെ അദ്ദേഹം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ടോ മാത്രം അദ്ദേഹത്തിന് സംഭവിച്ച ഒന്ന് രണ്ട് പിശകുകളാണ്. കൃത്യമായി നമുക്ക് പ്രാമാണികമായി തന്നെ അതിനൊന്ന് പരിചയപ്പെടാം. മഹാനാകുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു അവരുടെ വിശ്വവിഖ്യാത ഹദീസിൻ്റെ ഗ്രന്ഥമാകുന്ന റിയാദുസ് സാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ ബാബു ദുആഇ ലിൽ മയ്യിതി ബഅദ ദഫ്നിഹി വൽ ഖുഊദി ഇൻദ ഖബ്രിഹി സഅതൻ ലിദ്ദുആഇ ലഹു വൽ ഇസ്തിഗ്ഫാരി വൽ ഖിറാഅത്തിന് വേണ്ടി ഖബറിൻ്റെ അടുക്കൽ ഇരിക്കണമെന്ന് പറയുന്ന അധ്യായം ഈ ഒരു ഹദീസിൻ്റെ കിതാബിൽ കൃത്യമായി ഇതിൻ്റെ മുഖദ്ദിമയിൽ മഹാനാകുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നുണ്ട്, ഈ കിതാബിൽ സ്വഹീഹ് അല്ലാത്ത ഒന്നും ഞാൻ കൊണ്ടുവരില്ല എന്ന്. വ അൽതസിമു, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് കൃത്യമായി. വ അൽതസിമു ഫീഹി അല്ലാ അദ്കുറ ഇല്ലാ ഹദീസൻ സ്വഹീഹൻ മിനൽ വാളിഹാത്തി മുലാഫൻ ഇലൽ കുതുബി സ്വഹീഹത്തിൽ മഷ്ഹൂറാത്തി എന്ന് കൃത്യമായി അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. ഇമാം നവവി കളവ് പറയുമോ അതോ വഹാബി പ്രസ്ഥാനം പറയുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും അവിടെ കൊണ്ടുവരുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് രണ്ട് ഹദീസുകൾക്ക് ശേഷം പറയുന്നു, ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഖുർആനിൽ നിന്ന് വല്ലതും പാരായണം ചെയ്യൽ വയുസ്തഹബ്ബു, സുന്നത്താണ്. അവൻ ഖുർആനിനെ ഖത്മ ചെയ്യുകയാണെങ്കിൽ വഇൻ ഖതമു അൽ ഖുർആന ഇൻദഹു കാന ഹസന, ഖബറിൻ്റെ അടുക്കൽ അതേ ഖുർആൻ അവൻ ഖത്മ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് അതേ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റൊരു വിഷയം, മുത്തുനബിയെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ സാലിഹീങ്ങളെ കൊണ്ട് ഔലിയാകളെ കൊണ്ട് തവസ്സുൽ ഇസ്തിഗാസ പറ്റുമോ എന്നുള്ളതാണ്. അതിനും മഹാനാകുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈലാഹ് എന്ന് പറയുന്ന മനാസിക്കിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ അതേ മഹാനുഭാവൻ കൊണ്ടുവരുന്ന വിഷയത്തെ നാം ഒന്ന് കാണാം. കൃത്യമായി പറയുന്നുണ്ടതിൽ എങ്ങനെയാണ് മുത്തുനബിയുടെ ഖബർ ഷരീഫിൻ്റെ അടുക്കിലേക്ക് കടന്നു വരേണ്ടത്. നല്ലതുപോലെ മുത്തുനബിയുടെ ഖബറിലേക്ക് മുന്നിട്ട് കൊണ്ടുവരണം. അല്ലാതെ ഈ ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഖബറിലേക്ക് മുന്നിടൽ പാടില്ല, ഇത്തഫഖൽ അഇമ്മ എന്നൊക്കെ പറഞ്ഞത് വല്ലാത്ത കള്ളത്തരമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുത്ത് നബിയിലേക്ക് മുന്നിടണം എന്നാണ്. മുത്ത് നബിയിലേക്ക് മുന്നിടൽ കൊണ്ട് ശിർക്ക് അപ്പയേക്ക് വരും എന്ന പേടി മഹാനുഭാവന് ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറഞ്ഞത് മുസ്തഹ്ദിറൻ ഫീ ഖൽബിഹി ജലാലത മൗഖിഫിഹി വമൻസിലത മൻ ഹുവ ബിഹദ്റതിഹി, ആരുടെ മുന്നിലാടാ നീ നിൽക്കുന്നത് എന്ന ആ പേടിയോടെ ആ ഭയത്തോടുകൂടെ വേണം മുത്തുനബിയിലേക്ക് എത്താൻ. എന്നിട്ട് ശബ്ദമുയർത്താതെ വളരെ മിതമായ രൂപത്തിൽ മുത്തുനബിയോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ് തുടങ്ങിയ സലാമിൻ്റെ ഒരു രൂപം തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതറിയാത്തവൻ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം നവവി റളിയല്ലാഹു അൻഹു അതേ നമ്മുടെ അസ്ഹാബ് ഹിക്കായത്ത് ചെയ്യുന്നുണ്ട്. ഉതബി എന്ന മഹാനുഭാവനെ തൊട്ട് അദ്ദേഹം ഇങ്ങനെ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാറാബി കടന്നു വരികയും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇതൊക്കെ മരണത്തിന് ശേഷമാണ് എന്ന് സലാം പറഞ്ഞതിന് ശേഷം എന്നിട്ട് സമിഅ്തുല്ലാഹ യഖൂൽ, ഞാൻ അള്ളാഹു പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന മുത്തുനബിയും അള്ളാഹുവും ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞ അതേ ആയത്ത് ഓതിക്കൊണ്ട് വഖദ് ജിക്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, എൻ്റെ പാപത്തിൽ നിന്നും പാപമോചനത്തിന് വേണ്ടി ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി
മൗലിദിൽ പറയുന്നത് പോലെ മുസ്തഗ്ഫിറൻ മിൻ ദംബി, എൻ്റെ പാപത്തിൽ നിന്നും ഞാൻ പാപമോചനം തേടിക്കൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് അങ്ങൊന്ന് ശുപാർശ ചെയ്യണം. എന്നിട്ട് പാടുന്നു യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅദുമഹു, അങ്ങനെ പാടുന്നുണ്ട്. നഫ്സി ഫിദാഉൻ ലി ഖബ്രിൻ അൻത സാലികുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു അൻത ശഫീഉൽ ലദീ തുർജാ ശഫാഅതുഹു. അങ്ങനെ പാടാണ്. മുത്തുനബിയാണ് ശുപാർശകൻ. ആ ഖബറിൽ നിന്നാണ്, ആ മുത്തുനബിയിൽ നിന്നാണ് എല്ലാ അഫാഫും അതുപോലെ തന്നെ എല്ലാ മാന്യതയും എല്ലാ ധർമ്മവും ലോകർക്ക് ലഭിക്കുന്നത്. തീർന്നില്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ ഈലാഹിന്റെ ഹാഷിയയിൽ പറയുന്നുണ്ട് മിമ്മാ യദുല്ലു ലി തലബി തവസ്സുൽ ബിഹി, മുത്തുനബിയെ കൊണ്ട് തവസ്സുൽ ചെയ്യാമെന്നതിന് തെളിവുണ്ട്. ആ ഒരു പരിപാടി വ അന്ന ദാലിക ഹുവ സീറത്തുസ് സലഫിസ് സാലിഹിൽ അംബിയാഇ വൽ ഔലിയാഇ, മുഴുവൻ മുൻകഴിഞ്ഞ അംബിയാഉകളും ഔലിയാക്കളും സാലിഹീങ്ങളും കാണിച്ചെന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് നസായിയും തിർമിദിയും റിപ്പോർട്ട് ചെയ്യുന്ന അവരൊക്കെ സ്വഹീഹാണ് എന്ന് പറഞ്ഞൊരു ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അന്ന റജുലൻ ലരീറൻ, അതേ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രയാസമുള്ള ഒരു വ്യക്തി മുത്തുനബിയുടെ അടുക്കിലേക്ക് കടന്നു വരികയും മുത്തുനബിയുടെ ജീവിതകാലത്തു തന്നെ മുത്തുനബിയോട് എനിക്കൊന്ന് ആഫിയത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുത്തുനബി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് മുത്തുനബി പഠിപ്പിക്കുകയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് ഏത് ദുആയാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ, നിങ്ങളുടെ നബിയാകുന്ന മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരെ കൊണ്ട് ഞാൻ അങ്ങയിലേക്ക് അല്ലാഹുവേ നിന്നിലേക്ക് മുന്നിടുന്നു. എങ്ങനത്തെ നബിയാണ്? നബിയുർ റഹ്മ. യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ലിതഖ്ദിയ ലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയാ. ഈ ഹദീസ് ബൈഹഖി ഇമാം സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർന്നില്ല. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അതേ ജയ്യിദായ സനദോടുകൂടെ ഇതിനെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെയുള്ള പ്രശ്നം അമലുൽ മൗലിദാണ്. മൗലിദ് കഴിക്കാൻ പറ്റൂല, ഞാൻ ഒരൊറ്റ മൗലൂദിലും കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഹാവിലിൽ ഫതാവയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതേ അത് ബിദ്അത്തുൻ ഹസന, അന്നഹു മിനൽ ബിദ്അഇൽ ഹസന, അത് നല്ല പരിപാടി തന്നെയാണ്, അല്ലാതെ ബിദ്അഉൽ മദ്മൂമയല്ല. കൃത്യമായി അതിനെ പറഞ്ഞിട്ട് ശേഷം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു അമലുൽ മൗലിദിനെ എതിർത്തു എന്ന രീതിയിൽ പലപ്പോഴും പുത്തൻവാദികൾ പ്രചരിപ്പിക്കുന്ന വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് അത് എന്തെല്ലാം നഫിയുൽ ഇൽമി ലാ യൽസമു മിൻ വുജൂദിഹി എന്ന് പറയുന്ന അസ്ലു പോലും അറിയാത്ത വഹാബികൾ അതേ ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു എതിർത്തിട്ടുള്ളത് തീർച്ചയായും എന്തിനെയായിരുന്നു മുഅ്മിനീങ്ങളെ? അവിടുന്ന് എതിർത്തത് ഈ മൗലിദിൽ കടന്നു വരുന്ന വെറും തീറ്റക്കൊതിയന്മാരാകുന്ന ആളുകൾ അതേ ഒരു ദീനില്ലാത്ത രൂപത്തിൽ അതിനെ ആഘോഷിക്കുക, അതൊരിക്കലും ദീനിൽ സ്ഥാനമില്ല. അതേ സമയത്ത് അൽ ഉലമാഉൽ മുതദയ്യിനൂൻ, നല്ല ദീനുള്ള ആലിമീങ്ങൾ നടത്തുന്ന മജ്ലിസുകളുണ്ട്. ആ മജ്ലിസുകളിൽ നടക്കുന്ന അമലുൽ മൗലിദ് അതേ നല്ല ബിദ്അത്താണ്. അത് മുത്തുനബിയിൽ മാതൃകയുണ്ട്, സ്വഹാബത്ത് അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായി ഹാവിലിൽ ഫതാവയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആ വിഷയത്തെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ലഖീനു മൗതാഖും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മരണ വീട്ടിൽ ഒന്നും ചെല്ലാൻ പാടില്ല, പത്രം വായിക്കലാണ് അഭികാമ്യം എന്ന് പറഞ്ഞ മുജാഹിദ് മൗലവിമാരുടെ ആ അഡ്രസ്സിലേക്ക് നാം കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ലഖീനു മൗതാക്കും, മരണമാസന്നമായവരുടെ മേലിൽ നിങ്ങൾ തൽക്കീൻ ചൊല്ലുക എന്ന അർത്ഥത്തോടു കൂടെ തന്നെ അതേ അത് ഹഖീഖത്തനാണെങ്കിൽ മജാസൻ മറ്റർത്ഥങ്ങളും ആകാമെന്ന് അഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആ വിഷയകമായി ഇവരുടെ തന്നെ ശൈഖാകുന്ന ഇബ്നു തൈമിയ്യ ഫതാവൽ കുബറയിൽ പറഞ്ഞിട്ടുള്ളത് അഇമ്മത്തുകൾക്കിടയിൽ ഈ ഹദീസിനെ സംബന്ധിച്ച്, ഈ ഒരു വാരിദായി വന്ന ഹദീസിനെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, മരണത്തിനു ശേഷം
മരണത്തിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്, അത് ഇബാഹത്ത് അത് അതുപോലെ തന്നെ ഹലാലാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ 3 അഭിപ്രായങ്ങളുണ്ട് എന്നും ഇവരുടെ തന്നെ ഷെയ്ഖാകുന്ന ഇബ്നു തൈമിയ്യ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതേത് വിഷയങ്ങൾ അദ്ദേഹം ചെയ്തില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നും പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ എന്നെയും നിങ്ങളെയും അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. മഅസ്സലാം ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.